Hey guys, welcome to iFood Smart Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള സ്റ്റൈൽ പൊറോട്ട റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആണ്. ഇതിന് കൂടുതൽ വീശാനോ അടിക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 kg മൈദ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു എഗ് സെന്ററിലായി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾസ്പൂൺ ഷുഗർ, കുറച്ച് സാൾട്ട്, ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ ഓയിൽ. ഇതൊന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് ഡോ ആക്കി എടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ കൊണ്ട് കവർ ചെയ്ത് ഇതിനെ 4 hours മൂടി വെക്കണം. ഏകദേശം 4 മണിക്കൂറായി ഡോ ഇവിടെ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഡോനെ വലിച്ചെടുത്ത് ബോൾസ് ഉണ്ടാക്കണം. ഏകദേശം 1 kg ഡോയിൽ നമുക്ക് 20 പൊറോട്ടാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്ത് ചപ്പാത്തിയുടെ രൂപത്തിലായി പരത്തിയെടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് മൈദ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്യണം. ഇനി ഇതിനെ ആദ്യം പരുത്തി 2 പൊറോട്ടയുടെ മുകളിലായി വെച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ 7 ബോൾസ് പരുത്തിയത് ശേഷം ഒന്നിന്റെ ഒന്ന് മുകളിലായി വെച്ചു കൊടുത്ത് നമുക്ക് 10 എണ്ണം വേണം. ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസ് ഇതേ രൂപത്തിൽ പരുത്തിയെടുത്ത് സെപ്പറേറ്റ് ആയി ഒന്നിന്റെ ഒന്ന് മുകളിലായി വെച്ചു കൊടുക്കണം. ഇവിടെ 2 സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലോത്ത് കൊണ്ട് ഇതിനെ 1 hour മൂടി വെക്കണം. ഇനി നമുക്ക് ആദ്യം പരത്തിയ 10 പൊറോട്ട മാവിൽ നിന്ന് ഓരോന്നായി എടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിനെ റോളാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ റോൾ ചെയ്ത ചപ്പാത്തി ബോൾസ് ഓരോന്നായി എടുത്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കണം. ഇനി നമുക്കിതൊരു ചൂടുള്ള തവയിലോട്ട് ഇട്ട് കൊടുക്കണം. പൊറോട്ട കുക്കായി വരുന്നത് വരെ ഇതിനെ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ എടുത്ത് ഇതിനെ അടിച്ചെടുക്കണം. ഇതിനെ ഹോട്ട് ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇതാ കണ്ടാലറിയാം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.